പറ, എന്തിനാ അങ്ങനെ നോക്കുന്നത്? പറ. നിന്നോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാത്രം നീ ഉത്തരം എന്താ? ഡു യു ലവ് സീത? സിമ്പിൾ ചോദ്യമാണ്. സീതയെ നീ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? നോക്കടാ, നീ എനിക്ക് ഇപ്പൊ തന്നെ ഒരു ഉത്തരം തരണമെന്നില്ല. ടൈം എടുത്തോ. പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് വിലയുണ്ടെങ്കിൽ നീ സത്യം പറയണം. നിന്റെ മനസ്സിനെ വഞ്ചിക്കാതെ ആത്മാർത്ഥമായി പറ. നിന്റെ ഉത്തരം യെസ് ആണെങ്കിൽ ഒന്നും പറയണ്ട, നോ എന്നാണെങ്കിൽ നീ എന്നോട് വന്ന് പറ. അതുവരെ ഇനി നിന്റെ ഫോണ് സ്വിച്ച് ഓഫ്. ഒരു പഴയ മോഹിനിയും വരാൻ പാടില്ല. ദാറ്റ്സ് ഇറ്റ്. ഹലോ ബ്രദർ. യെസ് പ്ലീസ്. രാവിലെ ആകെ മാറിയ പോലെ പോസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. നായിയുടെ വാല. അല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാലും നിനക്ക് പേടിയാ, ഞാൻ ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞാലും നിനക്ക് പേടിയാ. ചേട്ടൻ ഓഫീസിലേക്ക് പോയാ നിന്റെ അധികാരം മൊത്തം കയ്യിൽ നിന്ന് പോയാലോ എന്നുള്ള പേടിയും ഉണ്ട് നിനക്ക്. അല്ല, ഇത്രയൊക്കെ പേടിച്ചിട്ടും നിനക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ, അറിയാതെ ഞാനെന്തോ പറഞ്ഞു പോയതാ കേട്ടോ. അവള് കേൾക്കാതിരുന്നാ മതിയായിരുന്നു. അതെ, നിങ്ങൾ കുടിക്കുന്നത് കൂടാതെ ചേട്ടനെയും കൂടെ നിങ്ങൾ എന്തിനാ കുടിപ്പിക്കുന്നത്? ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഈ വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരാളുണ്ടെങ്കിൽ അത് നീയാ. പോയി കിടന്നോ. ഗുഡ് നൈറ്റ്. സ്വയം തന്നെയാണ് ആശ്രയം. മക്കളുടെ ഭാവി ഓർത്ത് ഉള്ളിൽ ചാഞ്ചല്യം വേണ്ട. നടക്കേണ്ടതെല്ലാം നടക്കും ജഗത്തിൽ. ലോകത്ത് പാണ്ഡവരും കൗരവരും കാണുമല്ലോ. സുഖസന്തോഷങ്ങൾ വിധിച്ച പോലെ വരാതിരിക്കില്ല. നിങ്ങളോട് എനിക്ക് സംസാരിക്കണം. ഈ സമയത്ത് എന്താ? കുറെ കാലമായിട്ടുള്ളതാ. ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി വന്നത്. നേരം വെള്ളത്തിട്ട് സംസാരിക്കാം. ഇപ്പൊ പൊയ്ക്കോ. ഇപ്പൊ സംസാരിക്കണ എനിക്ക്. ശബ്ദം ഉയർത്തി സംസാരിക്കണ്ട. എന്താ വിശ്വ? സ്വല്പം പോലും ശബ്ദം പൊങ്ങാൻ പാടില്ല. എല്ലാം ഇങ്ങനെ അടിച്ചമർത്തി വെക്കുന്നത് എന്തിനാച്ചാ നിങ്ങള്? വിശ്വ പറയാൻ മാത്രം എന്റെ പേര് വിശ്വ. പക്ഷെ ജീവിതം കൊണ്ട് വട്ടപൂജ്യമാ ഞാൻ. പൂജ്യമാണ് അച്ഛാ ഞാൻ. പൂജ്യം. ഇപ്പൊ എന്തോ വായിച്ചില്ല അച്ഛാ. എന്താ അത്? മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടണ്ട, അവരെ കുറിച്ച് ആലോചിക്കണ്ടെന്നല്ലേ? സൂപ്പർ അച്ഛാ, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വായിച്ച് നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? വിശ്വ, ഇപ്പൊ എന്തുണ്ടായിട്ടാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചെന്ന് ഓർത്ത് പറയുന്നതല്ല അച്ഛാ ഞാൻ. എപ്പോഴോ നടക്കേണ്ട ഒരു കാര്യം ഇത്രയും കാലമായിട്ട് നടന്നില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. കുടിച്ചിട്ടാണോടാ നീ വന്നത്? നീയും
അവനെ പോലെ തന്നെ പേര് ദോഷം ഉണ്ടാക്കാനാണോ പരിപാടി? ഒന്ന് നിൽക്കുന്നുണ്ടോ അച്ഛാ? നോക്ക്, ചിലപ്പോ ഞാൻ കുടിച്ചിട്ടുണ്ടാവും, പക്ഷെ പറയുന്ന കാര്യങ്ങളിൽ മാറ്റമൊന്നുമില്ല. എനിക്ക് ഒരു വേൾഡ് ക്ലാസ് സ്പോർട്സ് അക്കാദമി ഉണ്ടാക്കണം. എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്ര ശൂന്യമായൊരു ജീവിതം എനിക്ക് ജീവിക്കാനാവില്ല അച്ഛാ. നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനല്ലേ, രഞ്ജി കളിച്ചതല്ലേ. നിങ്ങളൊന്ന് മൂളിയിരുന്നെങ്കിൽ ജേഴ്സിയിൽ ഒരു നമ്പർ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോ 0, വട്ടപൂജ്യം. എന്റെ ജീവിതം ശൂന്യം. നോക്കച്ച, എനിക്കോ ക്രിക്കറ്റ് പ്ലെയർ ആവാൻ കഴിഞ്ഞില്ല, പക്ഷെ മറ്റാരെങ്കിലും എൻകറേജ് ചെയ്യാലോ. ദാ അവിടെ നമുക്കൊരു സ്ഥലമുണ്ടല്ലോ, 20 വർഷമായിട്ട് അത് നശിച്ചുകൊണ്ടിരിക്കുമല്ലേ, എന്റെ ടാലന്റിനെ പോലെ. ഏത് സ്ഥലം? ഏത് സ്ഥലാന്ന് നിങ്ങൾക്ക് അറിയില്ല അച്ഛാ. ആ സ്ഥലം എനിക്ക് തന്നാ- വായടക്കടാ. നേടാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നെങ്കിൽ സ്വന്തം ബുദ്ധിയും സ്വന്തം പണവും ഉപയോഗിച്ച് നേടി കാണിക്കണമായിരുന്നു. പക്ഷെ ആ സ്ഥലം ആർക്കും ഉപകാരപ്പെടുന്നില്ലല്ലോ അച്ഛാ. അത് ഞാൻ നോക്കിക്കോളാം. നോക്കുന്നത് മാത്രല്ല, ഐ വിൽ മേക്ക് ഇറ്റ് ബിഗ്. ഉള്ളത് നശിപ്പിക്കാനല്ലാതെ നിനക്ക് പിന്നെ വേറെന്തറിയാടാ? ഇനി ഇതും കൂടി എഴുതി തന്ന് ഞങ്ങളൊക്കെ പെരുവഴിയിലിറങ്ങാം. ദേ ഇപ്പോ മുഴി കുടിയനുമായി. എന്തൊക്കെ ആയാലും ആ സ്ഥലം നിനക്ക് തരില്ല. അച്ഛാ നിക്കാനാ പറഞ്ഞേ. അച്ഛൻ അവിടെ നിക്കാൻ, അവിടെ നിക്കാനാ പറഞ്ഞു. അച്ഛനവിടെ നിക്കാനാ പറഞ്ഞേ. നീ എനിക്ക് പറയണേ, അച്ഛനോട് നിക്കാൻ. നിക്കച്ച. പിന്നീട് സംസാരിക്കാൻ പോകാനാ പറഞ്ഞേ. നിങ്ങൾ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇത് തന്നെ പറയാൻ പോകുന്നേ. അതുകൊണ്ട് ഇപ്പൊ സംസാരിക്കാൻ പിടിച്ചു നിർത്തിയേ. നിക്കവിടെ. ദുഷിച്ച ശീലങ്ങളുള്ളവരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാ. ഓരോന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കും. നീ സ്വന്തം നശിക്കുന്നത് പോരാഞ്ഞിട്ട് നിനക്ക് സ്വത്തും കൂടി വേണോ? ഞാൻ അവകാശമില്ലാത്ത സ്വത്തൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളുടെ മകൻ തന്നെയല്ലേ. പറയച്ചാ, ഞാൻ നിങ്ങൾക്കുണ്ടായ മകൻ തന്നെയല്ലേ. വിശ്വ, ഇനി ഒരു അക്ഷരം പറയാതെ പൊയ്ക്കൊള്ളണം. മുത്തശ്ശ, എന്തു പറ്റി? ഹേയ്, എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്താ നിങ്ങളുടെ അനിയന്റെ കൂടെ ഇരുന്ന് കുടിച്ചിട്ടാണ് വന്നത്? നോക്ക്, ഇത് ഞാനും എന്റെ അച്ഛനും കൂടെ ഉള്ള സംസാരമാ. ഇതിന്റെ ഇടയ്ക്കേറി നീ സംസാരിക്കരുത്. അവള് ഈ വീട്ടിലെ മകളാ. നിനക്കുള്ളതിനേക്കാൾ അവകാശം അവക്കുണ്ട്. ഭാർഗവി, അവനെ വിളിച്ചോണ്ട് പോവളെ. നിങ്ങൾ തുടരുത്, എന്നെ തുടരുത് പറഞ്ഞ. എന്തിനാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? ന്യായം പറയുകയാണ് റാം. ന്യായം മാത്രമാണ് ഞാൻ സംസാരിച്ച റാം, മനസ്സിലായോ? വിശ്വ, എന്താ നിനക്ക് പറ്റിയത്? എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തുവാണോ? അകത്തേക്ക് നടക്കാൻ. റാം, ഞാൻ ഹോളിൽ ഉണ്ടാവും. ഹേയ്, നീ അവിടെ നിക്കടാ. നീ ഇങ്ങനെ ചെറിയച്ച, എന്താ ഉണ്ടായെന്ന് എന്നോടെങ്കിലും പറ പ്ലീസ്. ഈ കുടിയൻ ഇവന്റെ തലയിൽ എന്താ കയറ്റിയത്? വിശ്വ, നീ എന്താ ഈ പറയാൻ പോകുന്നത്? നിന്റെ മനസ്സിലിപ്പോ എന്താ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ചേട്ടനെ ബ്രെയിൻ വാഷ് എന്ന് കരുതിയിരിക്കുകയാണല്ലേ? ചോദിക്കായിരുന്നു റാം, ഞാനും ഈ വീട്ടിലെ മോൻ തന്നെ അല്ലേന്ന് അച്ഛനോട് ഞാൻ ചോദിക്കായിരുന്നു. വീട്ടിലെ മോനാണെന്ന് മാത്രമല്ല നീ ചോദിച്ചത് എന്താണെന്ന് എല്ലാരും കേൾക്കട്ടെ. ഭാഗം ചോദിച്ചു, ആസ്തിയുടെ ഭാഗം ചോദിച്ചു. അതിലെന്താ തെറ്റ്? ചെറിയച്ച, സ്വത്തിന്റെ ഭാഗം ചോദിച്ചോ നിങ്ങള്? വിശ്വ, നിനക്കെന്താ തലയ്ക്ക് സുഖമല്ലേ? കുടുംബത്തെ മുറിക്കാനുള്ള പണിയാണോ? നോക്ക്, ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. ഏട്ടാ, ഇതൊക്കെ ഏട്ടൻ കാരണം. നിങ്ങൾ എന്തിനാ വെറുതെ ഇങ്ങനെ?
ചെറിയച്ച ഇതൊക്കെ നിങ്ങളുടെയാ. ഇതിലൊക്കെ എന്തിനാ നിങ്ങൾ ഭാഗം ചോദിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ എടുക്കാലോ. രാമേ, എനിക്ക് മൊത്തം വേണ്ടടാ. എല്ലാം എനിക്ക് വേണമെന്നുള്ള മോഹമൊന്നും എനിക്കില്ല. നോക്ക്, എനിക്കൊരു സ്വപ്നം ഉണ്ടടാ. എനിക്ക് ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്. എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്നുണ്ട്. അതിന് സ്ഥലം ചോദിച്ചു. ദാറ്റ്സ് ഇറ്റ്. സ്ഥലം ചോദിച്ചു അച്ഛനോട്. നിന്നെ വിശ്വസിച്ച് തരാൻ മാത്രം നീ എന്താടാ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്? മുത്തശ്ശ ഒരു മിനിറ്റ് പ്ലീസ്. ടെൻഷൻ ആവല്ലേ പ്ലീസ്. ടെൻഷൻ അടിക്കാതെ ഇവനെ അടിക്കാൻ പറ്റില്ലല്ലോ മോനെ. അവന്റെ കാര്യം വിട. തലയ്ക്ക് പിടിച്ചതാ. അനിയന്റെ കൂടെ കുടിച്ചിട്ട് വന്നതല്ലേ. അച്ഛാ, ഇത് സത്യം എന്നെ നിർബന്ധിച്ചിട്ടല്ല. എനിക്ക് സംസാരിക്കണമായിരുന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടി ധൈര്യം വേണമായിരുന്നു. അതിനാ ഞാൻ കുടിച്ചത്. ഇതിൽ സത്യയുടെ തെറ്റൊന്നുമില്ല. ഓ, നിനക്ക് അവന്റെ സപ്പോർട്ടുണ്ടോ? മുത്തശ്ശ ദൈവം ഇങ്ങനെ പറയല്ലേ പ്ലീസ്. ചെറിയച്ച, നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറ. രാമ, മുത്തശ്ശ എന്താ ഇത്? ഒന്നും മിണ്ടാതിരിക്കേ. ഓക്കെ, ചെറിയച്ചൻ എന്താ വേണ്ടത്? അതേടാ, നമ്മൾ ആരും നോക്കാത്ത നശ കിടക്കുന്ന സ്ഥലമില്ലേ, ചേട്ടനും ചേച്ചിയുടെ ആ സ്ഥലം വേണം എനിക്ക്. ഏത് സ്ഥലമാണ് മുത്തശ്ശ? അച്ഛന്റെ അമ്മയുടെയാ? വാട്ട്? ആ സ്ഥലോ? അത്രയല്ലേ ഉള്ളൂ, തരാലോ. ചെറിയച്ഛനൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. അതിലെന്തായാലും അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. രാമ, നിനക്ക് എന്തു പറ്റി? അവനെന്തോ ചോദിക്കുന്നുണ്ടെന്ന് കരുതി. മുത്തശ്ശ, ചെറിയച്ഛന്റെ ആഗ്രഹം പറഞ്ഞില്ലേ, അത് ചെയ്യട്ടെ. അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാനൊരു അവസരം കൊടുക്കാതെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പാവം ചെറിയച്ഛനോട് നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മുത്തശ്ശ. ചെയ്യട്ടെ, ലെറ്റ് ഹിം ഡു ഇറ്റ്. അത് നിന്റെ അച്ഛനും അമ്മയ്ക്കും സമ്മാനമായി കൊടുക്കാൻ വച്ചിരുന്ന ബംഗ്ലാവാ. പക്ഷേ വാണി സമ്മതിച്ചില്ല. ഞാനും മുത്തശ്ശിയും അവരുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചാലേ ഈ വീട് സ്വീകരിക്കുള്ളൂ എന്ന് അവള് പറഞ്ഞു. ഇത് തറവാടല്ലേ, ഇത് വിട്ടുപോകാൻ വിഷമ ബുദ്ധിമുട്ടാന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അവൾ അത് സ്വീകരിക്കാനും കൂട്ടാക്കിയില്ല. ദുർഭാഗ്യവും അവരാ വീട്ടിലേക്ക് പോയതേയില്ല. അവര് ഞങ്ങളെ വിട്ടല്ലേ പോയത്. ഇനി നീ തന്നെ പറ, എനിക്ക് ആ സ്ഥലം വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? ആ സ്ഥലം ഞാൻ എന്റെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ അച്ഛന്റെ അമ്മയുടെ ഓർമ്മ വരൂടാ എനിക്ക്. ആ സ്ഥലമാ ഇവനിപ്പോ ചോദിക്കുന്നത്. എനിക്കത് കൊടുക്കാൻ കഴിയില്ല മോനെ, കൊടുക്കാൻ കഴിയില്ലടാ. മുത്തശ്ശ പ്ലീസ്, നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമാവില്ലേ? അമ്മയ്ക്ക് സങ്കടമാവില്ലേ? അമ്മ കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടായെന്നോർത്ത്. ഇതിൽ വാണിയുടെ തെറ്റൊന്നുമില്ല മോനെ. ശരി, എങ്കിൽ പിന്നെ ആ സ്ഥലം ചെറിയച്ഛന് കൊടുത്തൂടെ? ചെറിയച്ഛനത് യൂസ് ചെയ്ത അമ്മയ്ക്ക് സന്തോഷമാവില്ലേ? നിന്റെ അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നെന്ന്
ഭാർഗവിയോട് ചോദിക്കും. പറയുമോളെ, അവൾക്ക് നമ്മളെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു അല്ലേ മോളെ? വാണിച്ചേച്ചിയുടെ പേര് കേട്ടപ്പോ തന്നെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഭാവപ്രകടനം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കേണ്ട വീടായിരുന്നു അത്. അത് അങ്ങനെ ആയതിലുള്ള വിഷമം എനിക്കുണ്ട്, അത് വാണിക്കുണ്ടായിരുന്നു കാണും. ഉറപ്പായി മുത്തശ്ശ, അതുകൊണ്ട് ആ സ്ഥലം നമുക്ക് ചെറിയച്ഛന് കൊടുത്തേക്കാം. ഇല്ല, അത് വീടാ, ബിസിനസ് പ്ലേസ് അല്ല. അവിടെ എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നീ കൊണ്ടുവരണം. അത് നിനക്കുള്ളതാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവിടെ നീ കുടുംബമായിട്ട് ജീവിക്കണത് എനിക്ക് കാണണം. മുത്തശ്ശ, എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ആക്കാൻ നോക്കുക. അയ്യോ മോനെ, സൂരി, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് ആ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ പോരെ? ഐ മീൻ, വാണിയമ്മയ്ക്കും ഇതേ ആഗ്രഹം ഉണ്ടായിരുന്നു. മോസ്റ്റ്ലി അവിടെ പോയി കഴിഞ്ഞാൽ റാമിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചാലോ? ഇതെന്റെ ഒരു സജഷൻ മാത്രമാണ്. ബാക്കിയൊക്കെ മുതിർന്നവർ തീരുമാനിച്ചാൽ മതി. അശോക, യു ആർ കറക്റ്റഡാ. ശരിയാ നീ പറഞ്ഞത്. വാണിയുടെ ആശീർവാദമുള്ള അടുത്ത് രാമൻ നിന്ന് കഴിഞ്ഞാ എല്ലാം സെറ്റായിക്കോളും. ആ സ്ഥലം ശരിക്കും ഉപയോഗിച്ചെന്നുള്ള വിശ്വാസം എനിക്ക് വരണമെങ്കിൽ അതാ ശരി. കറക്റ്റ്. ഓക്കെ. അതിന് ഇവിടെ തടസ്സം പറയേണ്ടതാണല്ലോ. അല്ലച്ച, അപ്പോ ഈ വീട് എന്ത് ചെയ്യും? ഈ വീട് നമ്മൾ ഉപേക്ഷിച്ചു പോവോ? അത് വേണ്ടച്ച, അതൊരിക്കലും വേണ്ട. പറഞ്ഞില്ലേ. അപ്പോ ഈ വീട് അച്ഛന്റെ മുത്തച്ഛൻ ഉണ്ടാക്കിയതാ. അവർക്ക് ഈ വീടുമായിട്ട് എത്ര ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാവും. ഈ വീട് വിട്ട് എങ്ങോട്ടും പോവണ്ട മോനെ, പ്ലീസ്. അപ്പോ വേണ്ട. എന്തു പറ്റി? ആ വീട്ടിലേക്ക് പോകാൻ ഇഷ്ടമല്ലെന്നുണ്ടോ? അവിടെ ചേട്ടനും ചേച്ചി അടക്കിയിരിക്കുന്നത് കൊണ്ടാണോ? സത്യ, വായി തോന്നുന്നതൊക്കെ സംസാരിക്കരുത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഈ വീട് വിട്ട് എങ്ങോട്ടും പോവണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. പ്ലീസ്. വാ, സബാഷ് സബാഷ്. അവസാനം വരെ മാച്ച് എന്റെ കയ്യിലാകുമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പൊ ഈ മാച്ചും എനിക്ക് അനുകൂലമല്ല. എനിക്ക് ആ സ്ഥലവും കിട്ടില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എവരിവൺ. ചെറിയച്ച, വേണ്ട, നീ വെറുതെ ടെൻഷൻ ആവണ്ടടാ രാമ. പാവ, നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതിയാ വന്നത്. പക്ഷേ എന്റെ തലവര ശരിയല്ല മോനെ. ഞാൻ ഇഞ്ചൂർഡ് പ്ലെയറാ. ചെറിയച്ച, ശരി ശരി, ഇനി ആ വീടിനെ കുറിച്ച് ഒരു സംസാരം ഇവിടെ വേണ്ട. വിശ്വ പ്രശ്നം ഉണ്ടാക്കിയത് ഒരു വിധത്തിൽ നന്നായെന്നാ തോന്നുന്നു.
എന്റെ മനസ്സിലുണ്ടായിരുന്നൊരു വിഷമം നീങ്ങി. ആ വീട് ഞാൻ ആർക്കും കൊടുക്കില്ല. ഭാർഗവി, ആ വീടിന്റെ റിപ്പയർ ജോലിയൊക്കെ നാളെയും തുടങ്ങണം കേട്ടോ മോളെ. നമ്മളെല്ലാവരും ആ വീട്ടിൽ താമസിച്ച അവളുടെ ആത്മാവിന് സന്തോഷമായിക്കോളും. ആ വീടിന്റെ അടുത്ത് തന്നെയല്ലടാ നിന്റെ ഓഫീസും. വിശ്വ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നിന്റെ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കാം. അതെന്തോ പ്രൂവ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞില്ലേ, ആവട്ടെ. വരൂ, എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ചെറിയ വരൂ. വേണ്ട രാമ, എനിക്ക് വിശപ്പില്ല. ചെറിയ